നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ പരസ്പരം തർക്കിക്കുന്ന മുജാഹിദ് പുരോഹിതന്മാരെ നമുക്കൊന്ന് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. യാതൊരു തെളിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. യാതൊരു തെളിവുമില്ല. പക്ഷെ മരിച്ചതെന്നാണെന്നതിന് എല്ലാ തെളിവും. പക്ഷെ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം, നബി മരിച്ചതും ഒരു തിങ്കളാഴ്ചയാണ്, ജനിച്ചതും ഒരു തിങ്കളാഴ്ചയാണ്. വിവരല്ലേലോ. ജനിച്ച ഏതൊരു ദിവസമാണോ ആ ദിവസം തന്നെ നബി മരിച്ചത്. റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. യാതൊരു തെളിവുമില്ല. പക്ഷെ മരിച്ചതെന്നാണെന്നതിന് എല്ലാ തെളിവും. ജനിച്ച ഏതൊരു ദിവസമാണോ ആ ദിവസം തന്നെ നബി മരിച്ചത്. ജനിച്ച ഏതൊരു ദിവസമാണോ ആ ദിവസം തന്നെ നബി മരിച്ചത്. ഇനിയും ഈ പുരോഹിത വർഗത്തിന്റെ പൊട്ടത്തരങ്ങൾ നമുക്കൊന്നുകൂടെ കാണാം. ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബിയായത് റമദാനിലാണ്. അല്ലേ? 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 ആർക്കാ അതിലെതിരെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. വിവരല്ലേലോ.